ശ്രീ കെ ഹരിദാസ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ശ്രീ കെ ഹരിദാസ്, ഞങ്ങൾ ഒരു ഈ സംഘപരിവാറൊക്കെ നടത്തിയ ഒരു അയ്യപ്പ സംഗമം എന്ന രീതിയിൽ പന്തളത്ത് നടത്തിയൊരു സംഗമത്തിൻ്റെ ഒരു സന്യാസി വര്യൻ സംസാരിച്ച വാക്കുകൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. വാവർ സ്വാമിയെ ഒരു ഹിന്ദു ഒരു മുസ്ലിം ആക്രമണകാരിയായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ, ആചാരങ്ങൾ അങ്ങനെയാണല്ലോ, കുട്ടിക്കാലം മുതൽ കാണുന്നത് അയ്യപ്പനും വാവർ സ്വാമിയെ വഴങ്ങിയിട്ടാണ് അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അയ്യപ്പ ഭക്തിയുടെയും ആ അന്തരീക്ഷത്തെ മുഴുവൻ ലംഘിക്കാനായി ശ്രമിക്കുന്നു. ഒന്ന്, അതൊരു ആചാരലംഘനമാണ്. രണ്ട്, വർഗീയത അവിടെ പറയുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം, ശൈവ വൈഷ്ണവ ഐക്യം, ബുദ്ധ ശരണത്തിൻ്റെ ഒലികളൊക്കെ ചേർത്ത ഒരു മഹാപ്രതീകമാണ് ശബരിമല. നവോത്ഥാന കേരളത്തിൻ്റെ ആത്മീയ തുടർച്ചയുടെ ഏറ്റവും ഉയർത്തിക്കാട്ടാവുന്ന പ്രതീകമായാണ് മനുഷ്യർ അതിനെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധനാലയത്തെ നിങ്ങൾ നിങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടി പിടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയല്ലേ? അതാണ് ഇവിടെ ഉയർന്ന വാദം. ശ്രീ കെ ഹരിദാസ്. പന്തളത്ത് നടന്നത് അയ്യഭക്തന്മാരുടെ സംഘമാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ സംഘമല്ല. അവിടെ ശബരിമലയിൽ എത്തുന്ന ഗുരുസ്വാമിമാര്, അതേപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാര്, അയ്യപ്പ ഭക്തന്മാര്, സാധാരണ ഭക്തന്മാര്, അവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് അവിടെ നടന്നത്. അതിനെയൊന്നും നിങ്ങൾ വക്രീകരിച്ച് കാണിക്കാൻ ശ്രമിക്കേണ്ട. ഇതിന് തുടക്കം കുറിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ്. മതേതരത്വം പറഞ്ഞ്, മതനിരപേക്ഷത പറഞ്ഞ് അധികാരത്തിൽ ഏറിയിട്ട് മതനിരപേക്ഷ ഗവൺമെന്റ് ആണെന്ന് നടിക്കുകയും ഒരു മതത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളാണ് ഉണ്ടാക്കിയത്, ഇടതുപക്ഷ ഗവൺമെന്റ്. അപ്പൊ ഹൈക്കോടതി ഇടപെട്ടു. ഇതാരാ നടത്തുന്നത്? CPM ആണോ നടത്തുന്നത്? സർക്കാരാണോ നടത്തുന്നത്? ആരാ നടത്തുന്നത് എന്ന് ചോദ്യം വന്നപ്പോഴാണ് ഉടനെ അത് ദേവസ്വം ബോർഡിന്റെ തോളിലോട്ട് വെച്ചു കൊടുത്തത്. അപ്പൊ ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് ശബരിമലയില് പണം പിരിക്കുക. ഈ രണ്ട് സമ്മേളനവും ഈ രണ്ട് സംഗമവും ഉയർത്തിയ ആശയം ഞാൻ പറയുന്ന കേൾക്കൂ. ഞാൻ ഈ രണ്ടുപേരും ഇരുന്ന് ചളവാടിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരുന്ന ഇത്രയും നേരം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഈ ഇടതുപക്ഷ സർക്കാർക്ക്, ഒരു സർക്കാരിന് എങ്ങനെ അയ്യപ്പ ഭക്ത സമ്മേളനം വിളിക്കാൻ എന്ത് അവകാശമുള്ളത്? ഒരു മതേതര ഗവൺമെന്റിന് ദേവസ്വം ബോർഡ് വിളിച്ചാൽ സമ്മതിക്കാം. പക്ഷെ അത് ഹൈക്കോടതി പറഞ്ഞ ശേഷമാണ് ദേവസ്വം ബോർഡ് വിളിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ സ്വാമിയെ ശരണമയ്യപ്പ ഇങ്ങളെ വിളിക്കുന്നവരവിടെ നിന്ന് വിളിക്കുക. ഇത് ആരെ കാണിക്കുക? എന്തിനു വേണ്ടിയിട്ടാ ഈ പ്രഹസനം കാണിക്കുക അവിടെ? അപ്പൊ ശബരിമലയുടെ കുംഭമേളയ്ക്ക് യോഗി ആദിത്യനാഥിന് പൈസ അനുവദിക്കാം അല്ലെ? കുംഭമേളയ്ക്ക് UP സർക്കാരിന് പൈസ അനുവദിക്കാം അല്ലെ? കുംഭമേളയ്ക്ക് UP സർക്കാരിന് പൈസ അനുവദിക്കാം അല്ലെ? പക്ഷേ ദേവസ്വം ബോർഡിന് ശബരിമല വികസനം മുൻനിർത്തി സംഗമം നടത്തിക്കൂടാ അല്ലേ? 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരെ, നിങ്ങൾക്ക് ഇതുവരെ അയ്യപ്പ ഭക്തന്മാർക്ക് കുടിക്കാൻ ശുദ്ധജലം, കുളിക്കാനുള്ള സൗകര്യം, വിരിവെക്കാനുള്ള സൗകര്യം, പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം, ഒന്ന് രണ്ട് കൈയും കൂപ്പി ഒന്ന് അയ്യപ്പ സ്വാമിയെ തൊഴാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ 400-450 കോടി ദേവസ്വം ബോർഡ് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലോ എല്ലാ വർഷവും. എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? അതുപോലെയാണോ കുംഭമേള നടത്തിയത്? പോയി കാണണം കുംഭമേള. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞത് ഒരു മതേതര സർക്കാർ എങ്ങനെയാണ് ഒരു മതത്തിന്റെ പരിപാടിക്ക് വേദി ഒരുക്കുന്നതെന്നല്ലേ താങ്കൾ ചോദിച്ചത്? അല്ലെന്നേ, അതിപ്പോ UP സർക്കാർ മാത്രമാണോ? അവിടെ എത്രയോ അഘോരികളും ഹിന്ദു സംഘടനകളും വിശ്വ ഹിന്ദു അതാ പറഞ്ഞത്. അപ്പോ ഇവിടെയും അങ്ങനെയാണെന്നേ, ഇവിടെയും അങ്ങനെയാണ്. ശൈവരും വൈഷ്ണവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം വരുന്ന സ്ഥലമാണെന്നേ. ആന്ധ്രക്കാരും വിദേശത്തു നിന്നും ഒക്കെ ആൾക്കാർ വരുന്നത്. അല്ല, UP ഗവൺമെന്റ് അല്ല നടത്തിയത്. UP ഗവൺമെന്റ് അതിന് എത്ര കോടിയാണ് അനുവദിച്ചത്? UP സർക്കാരല്ല, അത് ഹൈന്ദവ അഘോരികളും സംഘടനകളും. അല്ല, UP സർക്കാരിന് അതിന് എത്ര കോടിയാണ് അനുവദിച്ചത്? ആയിക്കോട്ടെ, നിങ്ങൾ അപ്പൊ എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന്, അയ്യപ്പ ഭക്തരുടെ സമ്മേളനത്തിന് ദേവസ്വം ബോർഡിന് അവകാശമില്ലേ? കഴിഞ്ഞ വർഷം സെൻട്രൽ ഗവൺമെന്റ് 100 കോടി അനുവദിച്ചു. എന്നിട്ട് നിങ്ങൾ എത്ര കോടിയെ ലാപ്സാക്കി? നിങ്ങൾ വെറും 23 കോടിയല്ലേ ചെലവഴിച്ച? ബാക്കി മുഴുവൻ നിങ്ങൾ ലാപ്സാക്കിയില്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത്? ശ്രീ കെ ഹരിദാസ്, അയ്യപ്പ സംഗമം നടത്തിയതിൽ എന്താണ് പിശക്? ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തരെ ശബരിമല വികസനത്തെ മുൻനിർത്തി നടത്തിയ സംഗമത്തിൽ എന്താണ് പിശക്? താങ്കൾ പറയൂ. താങ്കൾ എന്തിനാണ് ഇതിന് അസ്വസ്ഥമാകുന്നത്? ശ്രമിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോ ഭക്തി പറയാന്നോ? നിങ്ങളിപ്പോ ആദർശം പറയാന്നോ? എന്ത് ഭക്തി നിങ്ങൾക്കുള്ളത്? എന്ത് ആദർശം? എന്നിട്ട് അവിടെ കല്ലും മുള്ളും കാലു കുത്ത, അതായത് ശരണ എവിടുന്ന് വന്ന ഈ കാലു കുത്ത